ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചുറ്റിനും കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ജ്യൂസസ് ആണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസസ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ശംഖുപുഷ്പം. പനിക്കൂർക്ക ഇല, ഇപ്പം ഞാനൊരു പാത്രത്തിൽ ഒരു 2-3 കപ്പ് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ശംഖുപുഷ്പം ചേർത്ത് കൊടുക്കാം. ശംഖുപുഷ്പം ഞാൻ കുറച്ചുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വാടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ശംഖുപുഷ്പം ഇതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് ഇനി ഈ വെള്ളത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഈ ശംഖുപുഷ്പവും ചേർത്ത് കൊടുക്കാം. ശംഖുപുഷ്പം ഞാൻ ഒരു 4-5 എണ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് വാടിപ്പോയി, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് വാടിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൂവുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം. ഇപ്പോൾ വെള്ളം നല്ല ബ്ലൂ കളറായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു 1-2 മിനിറ്റ് കൂടെ തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഒരു ബ്ലൂ കളറ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പനിക്കൂർക്ക ഇല, നമുക്ക് പുതിന ഇല വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞതിന് ശേഷം, ഈ സ്റ്റാർ ഫ്രൂട്ട് ഒന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു സ്റ്റാറിൻ്റെ ഷേപ്പാണ്, അതുകൊണ്ടാണ് ഇതിന് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് അടിച്ചെടുത്തത്. വെള്ളം ഒഴിക്കാതെ നമുക്ക് അരിയാൻ പ്രയാസമാണ്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ നമ്മളൊരു സെർവിങ് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഹണി ചേർക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്താലും മതി. പഞ്ചസാര ചേർക്കുമ്പോൾ വേണമെങ്കിൽ ഒരല്പം, ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഹണിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ജ്യൂസ് അരിച്ച് എടുത്തതിലോട്ട് ഹണി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശംഖുപുഷ്പം അരിച്ചെടുത്തത് ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിരുന്നു.
നല്ല ഭംഗിയുള്ള ജ്യൂസാണ്. ഇതിലും നമുക്ക് ഹണി ചേർക്കാം. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതിലും നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ ചൂടോടെ വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ ബാക്കി ഇരുന്നതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. നാരങ്ങ നീര് ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറുന്നത് കാണാം. കളർ മാറിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഹണി ചേർത്തെടുക്കാം. ഹണി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ജ്യൂസാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ ശംഖുപുഷ്പം. അപ്പോൾ ഇനി നമുക്ക് ഈ ലവലോലിക്ക കൊണ്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ ഇതും നമുക്കതുപോലെ ആദ്യം ചെയ്തതുപോലെ മിക്സിയിലിട്ട് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം. ഇപ്പം ഞാനിത് ഒന്ന് വേവിച്ച് ആണ് എടുക്കാൻ പോകുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി ഈ ലവലോലിക്കയും ഒന്ന് അരിച്ചെടുക്കാം. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര വേണമെങ്കിലും പഞ്ചസാര ചേർക്കാം. ഹണി വേണം, കുറച്ച് കൂടുതൽ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹണി ചേർക്കാം. അവസാനത്തേത് ഇത് ബാക്കിയിരുന്ന ലവലോലിക്കയും സ്റ്റാർ ഫ്രൂട്ടും കൂടെ ബാക്കിയിരുന്നത് ചേർത്ത് കൊടുത്തു. ഇതിലും നമുക്ക് ആവശ്യത്തിന് ഹണി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഐസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഐസ് പറ്റുന്നുള്ളവർക്ക് ഐസ് ചേർക്കാം. എല്ലാം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ചുറ്റിനുമുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയത്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.